ഹായ് ഓൾ, എല്ലാവർക്കും കാൻഡില സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സെക്ഷൻ 1 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ 10th ലെവലും +2 ലെവലുമായ റിക്രൂട്ട്മെൻറ്റിന് എന്തായാലും എഴുതിയിരിക്കേണ്ട പേപ്പറാണ് സെക്ഷൻ 1. DB പോസ്റ്റിലോട്ട് അപേക്ഷ കൊടുത്തിട്ടുള്ളവർ സെക്ഷൻ 1 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ജനറൽ ഡ്യൂട്ടി, യാന്ത്രിക് തുടങ്ങിയ പോസ്റ്റിലോട്ട് അപേക്ഷ സമർപ്പിക്കുന്നവർ സെക്ഷൻ 1ഉം അതിൻ്റെ കൂടെ അവരുടെ സെപ്പറേറ്റ് പേപ്പറും എഴുതേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. When was the Constitution of India amended for the first time? ആദ്യമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്തത്, ഭേദഗതി വരുത്തിയ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1951, ഓപ്ഷൻ ബി 1952, ഓപ്ഷൻ സി 1950, ഓപ്ഷൻ ഡി 1953. ഓപ്ഷൻ എ 1951 ശരി ഉത്തരം. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 10th മെയ് ആണ്. 10 മെയ് 1951. ഹൂ റോട്ട് ദ ബുക്ക് ഇൻഡിക്ക? ഇൻഡിക്ക എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ മെഗസ്തനീസ്, ഓപ്ഷൻ ബി അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ സി ചാണക്യ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓപ്ഷൻ എ മെഗസ്തനീസ് ആണ് ഇൻഡിക്ക എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, സോയിൽ കണ്ടെയ്ൻസ് ഡീക്കേഡ് റിമൈൻസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, ദിസ് ഈസ് കോൾഡ്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മണ്ണിൽ പ്ലാന്റിൻ്റെയും ലീവ്സിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ വന്ന് മൈക്രോ ഓർഗാനിസംസ് അതിൽ പ്രവർത്തിച്ചിട്ട് ഉണ്ടാകുന്ന നമ്മൾ ബാക്കി വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ മിനറൽസ്, ഓപ്ഷൻ ബി ബയോസ്ഫിയർ, ഓപ്ഷൻ സി സലൈൻ സോയിൽ, ഓപ്ഷൻ ഡി ഹ്യൂമസ്. ഓപ്ഷൻ ഡി ഹ്യൂമസ് ആണ് അതിൻ്റെ ശരി ഉത്തരം. ഡയറി കംസ് അണ്ടർ വിച്ച് സെക്ടർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി? പാലും പാൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഏത് സെക്ടറിൻ്റെ കീഴിലാണ് വരുന്നത്? ഓപ്ഷൻ എ ടെർഷറി സെക്ടർ, ഓപ്ഷൻ ബി പ്രൈമറി സെക്ടർ, ഓപ്ഷൻ സി സെക്കൻഡറി സെക്ടർ, ഓപ്ഷൻ ഡി ക്വാട്ടേണറി സെക്ടർ. ഓപ്ഷൻ ബി പ്രൈമറി സെക്ടറിൻ്റെ കീഴിലാണ് ഡയറി ഉൽപ്പന്നങ്ങളൊക്കെ വരുന്നത്. അടുത്ത ചോദ്യം, ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദ ഫസ്റ്റ് ലഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് യൂണിയൻ ഓഫ് ടെറിട്ടറി ഓഫ് ലഡാക്ക്? UT ഓഫ് ലഡാക്കിൻ്റെ ഫസ്റ്റ് ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ട് അപ്പോയിൻ്റ് ചെയ്തത് ആരെയാണ്? ഓപ്ഷൻ എ രാജ മനോഹർ ജോഷി, ഓപ്ഷൻ ബി GC മർമു, ഓപ്ഷൻ സി സത്യപാൽ മാലിക്, ഓപ്ഷൻ ഡി RK മാത്തൂർ. ഓപ്ഷൻ ഡി RK മാത്തൂർ IAS ആണ് ഇതിൻ്റെ ശരി ഉത്തരം. ഇനി ജമ്മു കാശ്മീരിൻ്റെ ഫസ്റ്റ് ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ട് നിയമിച്ചിട്ടുള്ളത് ഗിരീഷ് ചന്ദ്ര മർമു ആണ്. അതാണ് ഓപ്ഷൻ ബിയിൽ കൊടുത്തിട്ടുള്ളത്. അത് ഫസ്റ്റ് ലഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ജമ്മു കാശ്മീർ ആണ്. വാട്ട് ഫിനോമിനൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്? ഓപ്ഷൻ എ ഡിഫ്രാക്ഷൻ, ഓപ്ഷൻ ബി റിഫ്രാക്ഷൻ, ഓപ്ഷൻ സി ഡിസ്പേർഷൻ, ഓപ്ഷൻ ഡി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഓപ്ഷൻ ബി റിഫ്രാക്ഷൻ ആണ് ഇതിൻ്റെ കാരണമാകുന്നത്. അടുത്ത ചോദ്യം, വാട്ട് വിൽ ബി ദ പവർ കൺസപ്ഷൻ ഓഫ് 300 വാട്ട് ബൾബ്സ്, 300 വാട്ട് ഫാൻസ് ആൻഡ് 1200 വാട്ട് റെഫ്രിജറേറ്റർ ഫോർ കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് 30 hours? ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക് പവർ കാണാനാണ്. അപ്പോൾ ഇലക്ട്രിക് പവർ കാണേണ്ടത് ഒരു 30 ഹവേഴ്സിൽ 2 300 വാട്ടുള്ള ബൾബും 3 100 വാട്ടുള്ള ഫാനും 1200 വാട്ടുള്ള റെഫ്രിജറേറ്ററും പ്രവർത്തിക്കുകയാണ് 30 മണിക്കൂറിൽ. അങ്ങനെയെങ്കിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പവറാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 54 കിലോവാട്ട് അവർ, ഓപ്ഷൻ ബി 60 കിലോവാട്ട് അവർ, ഓപ്ഷൻ സി 63 കിലോവാട്ട് അവർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സോ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ എനർജിയാണ്, ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്താണ് നമ്മൾ കാണേണ്ടത്. സോ E ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈമാണ്.
അപ്പോൾ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് കാണും. ആദ്യം 1 മണിക്കൂറിൻ്റെ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ നമുക്ക് ടോട്ടലായിട്ട് അവസാനം 30 ഹവേഴ്സിൽ എത്രയാണിത് കൺസപ്ഷൻ വരുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് 2 300 വാട്ടുള്ള ബൾബാണ്. അപ്പോൾ അത് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന എനർജി 2 × 300. ഇപ്പോൾ ഇത് വരുന്നത് 600 വാട്ട് ഹവർ ആണ്. സോ നമുക്കതിനെ കിലോ വാട്ട് ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ വരുന്നത് 0.6 കിലോ വാട്ട് ഹവർ. ഇനി അടുത്തത് 3 ഫാനാണ് 100 വാട്ടിൻ്റെ. 3 × 100 ഗിവ്സ് 300. ഇത് വരുന്നത് 0.3 കിലോ വാട്ട് ഹവർ. അടുത്തത് 1200ൻ്റെ ഒരു ഫാൻ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ 1200 വാട്ട് ഹവർ അതിന് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1.2 കിലോ വാട്ട് ഹവർ. സോ അതിന് ടോട്ടൽ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 632 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 11 2.1 കിലോ വാട്ട് ഹവർ. ഇത് 1 മണിക്കൂറത്തെ കാര്യമാണ്. നമുക്ക് ടോട്ടൽ ഇതെല്ലാം കൂടെ വർക്ക് ചെയ്തത് 30 ഹവറാണ്. സോ 2.1 × 30. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് 63 കിലോ വാട്ട് ഹവറാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് 63 കിലോ വാട്ട് ഹവർ. അടുത്ത ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് ഇമേജ് ഈസ് ഫോംഡ് ബൈ ദ ഐ ലെൻസ് ഓൺ ദ റെറ്റിന? റെറ്റിനയിൽ പതിക്കുന്ന ഇമേജ് എങ്ങനെയുള്ളതായിരിക്കും? ഓപ്ഷൻ എ റിയൽ ആൻഡ് ഇറക്റ്റ്, ഓപ്ഷൻ ബി വിർച്വൽ ആൻഡ് ഇൻവേർട്ടഡ്, ഓപ്ഷൻ സി റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, ഓപ്ഷൻ ഡി വിർച്വൽ ആൻഡ് ഇറക്റ്റ്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ശരിക്കും ഇത് പഠിക്കുന്നുണ്ടല്ലേ. നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്ന ഇമേജ് ശരിയായ ഇമേജും തല കീഴായിട്ടുള്ളതായിരിക്കും. ഓപ്ഷൻ സി റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. അടുത്ത ചോദ്യം, ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് അറ്റ്? മാഗ്നറ്റിക് ഫീൽഡ് ഒരു മാഗ്നറ്റിൽ എവിടെയായിരിക്കും സ്ട്രോങ് ആയിട്ടുണ്ടാവുക? നമ്മളൊരു മാഗ്നറ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് ടു സൗത്ത് പുറത്ത് ട്രാവൽ ചെയ്യും. സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എവിടെയായിരിക്കും? പോൾസിലായിരിക്കും. ഓപ്ഷൻ ഡി ബോത്ത് പോൾസ് ആണ് ശരി ഉത്തരം. ദ ഹീറ്റിംഗ് എലമെൻറ്റ് ഓഫ് ആൻ ഇലക്ട്രിക് അയൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്? ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അയൺ ബോക്സ് അതിലൊക്കെ ഉണ്ടാകുന്ന ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയലാണ്. ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി നിക്രോം, ഓപ്ഷൻ സി അലുമിനിയം, ഓപ്ഷൻ ഡി അയൺ. ഓപ്ഷൻ ബി നിക്രോം ആണ് അതിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, എ സൈഗോട്ട് വിച്ച് ഹാസ് ആൻ എക്സ് ക്രോമസോം ഇൻഹെറിറ്റഡ് ഫ്രം ദ ഫാദർ വിൽ ഡെവലപ്പ് ഇൻ ടു? ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഫാദറിൽ നിന്ന് വന്നിട്ടുള്ളത് എക്സ് ക്രോമസോമാണ്. അങ്ങനെയെങ്കിൽ ഉണ്ടാവുന്ന ഫീറ്റൽ കുട്ടി ഏതായിരിക്കും? ഓപ്ഷൻ എ ഗേൾ, ഓപ്ഷൻ ബി ബോയ്, ഓപ്ഷൻ സി എയ്തർ ബോയ് ഓർ ഗേൾ, ഓപ്ഷൻ ഡി എക്സ് ക്രോമസോം ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ സെക്സ് ഓഫ് എ ചൈൽഡ്. അപ്പം ഒരു മെയിലിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് ഒന്നെങ്കിൽ എക്സ് അല്ലെങ്കിൽ വൈ ആണ്. ഫീമെയിലിൽ നിന്ന് എപ്പോഴും ഉണ്ടാവുന്നത് എക്സ് ആയിരിക്കും. സോ എക്സ് ഫോം ചെയ്തിട്ടുണ്ടാവുന്നത് ഇതായിരിക്കും, ഗേളാണ്. സോ ഇവിടെ ഫോം ചെയ്യുന്നതായിരിക്കും ഗേളായിരിക്കും. ഇനി ഫാദറിൽ നിന്ന് വൈ ആണ് വരുന്നതെങ്കിൽ മദറിൻ്റെ എപ്പോഴും എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? ബോയ് ആയിരിക്കും. ഓപ്ഷൻ എ ഗേളാണ് ഇവിടെ ശരി ഉത്തരം. എക്സ് ഗേളാണ്. ദ എബിലിറ്റി ഓഫ് എ സെൽ ടു ഡിവൈഡ് ഇൻ ടു സെവറൽ സെൽസ് ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാസ്മോഡിയം ഈസ് കോൾഡ്? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് റീപ്രൊഡക്ഷൻ ടൈമിൽ സെൽസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ബഡ്ഡിംഗ്, ഓപ്ഷൻ ബി മൾട്ടിപ്പിൾ ഫിഷൻ, ഓപ്ഷൻ സി ബൈനറി ഫിഷൻ, ഓപ്ഷൻ ഡി റിഡക്ഷൻ ഡിവിഷൻ. ഓപ്ഷൻ ബി മൾട്ടിപ്പിൾ ഫിഷനാണ് ശരി ഉത്തരം. ടൊമാറ്റോ ഈസ് എ നാച്ചുറൽ സോഴ്സ് ഓഫ് വിച്ച് ആസിഡ്? തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അസറ്റിക് ആസിഡ്, ഓപ്ഷൻ ബി സിട്രിക് ആസിഡ്, ഓപ്ഷൻ സി ടാർട്ടാറിക് ആസിഡ്, ഓപ്ഷൻ ഡി ഓക്സാലിക് ആസിഡ്. ഓപ്ഷൻ ഡി ഓക്സാലിക് ആസിഡാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് മോർ ഇനേഷ്യ? എ റബ്ബർ ബോൾ ആൻഡ് എ സ്റ്റോൺ ഓഫ് സെയിം സൈസ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരേ വലുപ്പമുള്ള
ഒരു റബ്ബർ ബോളും അതേ വലുപ്പമുള്ള ഒരു സ്റ്റോണും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ ഇനേഷ്യ ഉണ്ടാവുക? നമുക്കറിയാം ഇനേഷ്യ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്. മാസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ മാസിനെ ആയിരിക്കും ഇനേഷ്യ ഡിപ്പെൻഡ് ചെയ്യുക. സോ ഒരേ വലുപ്പമുള്ള ഒരു സ്റ്റോണും ഒരു റബ്ബർ ബോളും ഉണ്ടെങ്കിൽ മാസ് കൂടുതൽ സ്വാഭാവികമായിട്ടും സ്റ്റോണിനായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇനേഷ്യ ഉണ്ടാവുക എന്തിനായിരിക്കും? ഓപ്ഷൻ ബി സ്റ്റോണിനായിരിക്കും. ഓപ്ഷൻ ബി സ്റ്റോണാണ് ശരി ഉത്തരം. ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ബസ് അറ്റ് റെസ്റ്റ് സ്റ്റാർട്ട് മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 0.1 m/s². വാട്ട് വിൽ ബി ഇറ്റ്സ് സ്പീഡ് ആഫ്റ്റർ 2 minutes? ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u=0 ആയിരിക്കും. ദെൻ അതിൻ്റെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 0.1 m/s². അങ്ങനെ 2 മിനിറ്റിന് ശേഷം എന്തായിരിക്കും ഇതിൻ്റെ സ്പീഡ്? ഫൈനൽ വെലോസിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ്റെ 3 ഇക്വേഷൻസ് അറിയാം. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ v=u+at എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ യുടെ വാല്യൂ 0 ആയിട്ട് മാറിയിട്ടുണ്ട്. പ്ലസ് എ എന്ന് പറയുന്നത് 0.1 ആണ്. സോ ടി നമുക്ക് ആൻസറൊക്കെ m/s തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ 2 minutes ആണ്. 2 minutes എന്ന് പറഞ്ഞെങ്കിൽ 120 സെക്കൻഡ് ആണ്. സോ 1 × 0.1 × 120 എന്ന് പറഞ്ഞെങ്കിൽ 12 ആണ്. 12 m/s ആണ് അതിൻ്റെ വെലോസിറ്റി വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം.